നന്നാകാമ ദൈവമല്ലേ? ദൈവമാണ്. ഉണ്ടായിരുന്നാലും ദൈവമാണ്. കല്ല് ദൈവവും ആള് ദൈവം എന്ന് പറയുമ്പോൾ അവരോട് നിങ്ങൾ ഓരോരുത്തരും പറയണം, ചണ്ടാളോ വിളിച്ചു പറയുകയാണ്. സത്യസന്ധമായി നമ്മള് ദൈവമാണ്. എനിക്ക് വളരെ സന്തോഷമായി. നല്ല സ്വീകരണമായിരുന്നു കിട്ടിയത്. ഇതുപോലെ തന്നെ ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഉള്ള സത്യമായി ഞാൻ ഈ പറയുന്നത്. ഈ ഭൂലോകത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് നിന്നല്ല, ഇന്ത്യക്ക് വെളിയിൽ വരെയുള്ള ഒരാൾക്ക് എന്നെ ഇങ്ങനെ സ്വീകരിക്കാൻ എന്നെ പറ്റില്ല, കഴിയില്ല. ഞാൻ നോക്കിയപ്പോൾ സുന്ദരൻ, അതിസുന്ദരൻ, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല ഇദ്ദേഹവുമായിട്ട് നേരിട്ട്. അവിടെ വന്നിരുന്നു കണ്ണൻ എന്നോട് പറഞ്ഞ്, ഇതാണ് ബാബാജി. എന്നെപ്പോലൊരാളിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആർക്കും. കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുള്ളായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അത് ഇദ്ദേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ വീരപുരുഷനെ പൊന്നു ഒരുപാട് വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ലടോ. കൂടുതൽ ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ എനിക്ക് തോന്നും ഞാൻ യൂട്യൂബിൽ തത്സമയം ചെയ്യുവാണെന്നോ. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മൾ നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ എനിക്ക് ദീർഘ സംസാരത്തിന് ഞാനിവിടെ തുനിയുന്നില്ല. ഇവിടെ ധാരാളം സന്യാസി വര്യന്മാരും സന്യാസിനി അമ്മയൊക്കെ വന്നിരിപ്പുണ്ട്. അവരൊക്കെ സന്യാസിമാരാണ്, കാഷായ വസ്ത്രമൊക്കെ ധരിച്ച്. കാരണം എന്താന്ന് വെച്ചാൽ ഭക്തിയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല. ഭക്തി എന്നിൽ നിന്നും എപ്പോഴോ എന്നോ നഷ്ടപ്പെട്ടു പോയതാണ്. എന്നിൽ ഭക്തിയില്ല, യാതൊരു വികാരങ്ങളും എന്നിലില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയ, എന്നിൽ നിന്നും പോയ ഒരാൾക്ക് എനിക്ക് എന്താണ് ഒന്നും എനിക്ക് സംസാരിക്കാൻ അറിയില്ല.